മത്തൻ കുമ്പളങ്ങ എരിശ്ശേരി, തലശ്ശേരിന് എരിശ്ശേരി എന്ന് പറയാം. മത്തൻ കുമ്പളങ്ങ എരിശ്ശേരി എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് 10-15 മിനിറ്റ് കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എന്തെല്ലാം വേണ്ടെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്നത് തുവരപ്പരിപ്പ്, നല്ലോണം കഴുകുക. ഇത് തുവരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് എന്നു പറയും. ഇത് ഒരു പോങ്ങ എടുത്തിട്ടുണ്ട്, അതെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനേക്ക് വേണ്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തൻ കുമ്പളങ്ങ, ഒരു 1/4 കിലോ മത്തൻ കുമ്പളങ്ങ, പിന്നെ ഒരു 3-4 പച്ചമുളക്, കരിവേപ്പില, ഉപ്പ്, ഒരു അരമുറി തേങ്ങ, അരമുറി മതിയാവും, പിന്നെ ജീരകം, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ. ഇതാ വേണ്ടത് നമുക്കിനി. ഞാനിപ്പം ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലാണെങ്കിൽ കുക്കറിലും വെക്കാം. 2 വിസിലടിച്ചാൽ മതിയാവും. മത്തൻ കുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് പരിപ്പിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാ. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് ഉപ്പും ചേർക്കണം. നമ്മളിത് കത്തിച്ച് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചതുക്കി എടുക്കണം. ഫുള്ളായിട്ട് അരയണ്ട, ഒരു അരവ് മതി. തേങ്ങ നമ്മൾ ഇട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് ജീരകം ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരു 4 പച്ചമുളക് എരിവിന് കണക്കായിട്ട് ചേർക്കാം കേട്ടോ. ഒന്ന് ചതുക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചതുക്കി എടുക്കുക. അത്രയും കൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി. ഇത് കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ മതിയോ, 2-3 വിസിൽ മാക്സിമം. ഇപ്പം ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ചട്ടിയിൽ ഉണ്ടാക്കിയെങ്കിലും ഒരാളെ സൗകര്യം. ഇത് വെന്തിട്ടുണ്ട് ഇപ്പം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ അരച്ച തേങ്ങ ചേർക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വറുത്തിടണം. നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കാം. ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടി ഉപ്പ് വേണം. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനിയിപ്പോൾ വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വറുത്തിടണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചെറിയ തേങ്ങ ഇതിലിടും. ബ്രൗൺ കളറാകുന്ന വരെ ഇതിന് ഇപ്പം ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് ഇളച്ചതിന് ശേഷം നേരെ നമ്മുടെ എരിശ്ശേരി കുറച്ച് തണിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. പരിപ്പ് കറി കൂട്ടിയിട്ട് ചിലയാക്കെല്ലാം മടുക്കും. അപ്പോൾ ഈ കുമ്പളങ്ങയോ അല്ലെങ്കിൽ ഇതേപോലെ പച്ചക്കായി ഇങ്ങനെ പല സാധനം, മുരിങ്ങാക്കോല്, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതേപോലത്തെ കറി ഉണ്ടാക്കാം. അതിൻ്റെ അകത്ത് എന്തെന്നാ ഇടുന്നുള്ളത് മാത്രം മാറ്റിയാൽ മതി. ബാക്കിയെല്ലാ സാധനം ഒന്നും തന്നെ. കുമ്പളങ്ങ ഇടാം, മുരിങ്ങക്കായ ഇടാം, പച്ചക്കായ ഇടാം, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ചീര ഇടാം, എല്ലാ സാധനവും ഇതിലിടാം. അപ്പം നമുക്ക് അടുത്ത് നോക്കിയിട്ട് പെട്ടെന്നുള്ള എന്തെങ്കിലും നോക്കിയിട്ട് അടുത്ത ദിവസം കാണാം.